أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രകാശപഥത്തിലെ ശ്രോതാക്കളായ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ എല്ലാവരിലും എല്ലായ്പ്പോഴും വർഷിക്കുമാറാവട്ടെ. ആമീൻ. ആദർശബോധമുള്ള വിശ്വാസികൾ പരിഭവപ്പെടുന്നവരാവരുത്, പരാതി പറയുന്നവരുമാവരുത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതം എന്നത് പരീക്ഷണമാണ്. വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പരീക്ഷണ കാലഘട്ടത്തിന് ശേഷം അനശ്വരമായ ശാശ്വതമായ ഒരു ജീവിതം നമുക്കുണ്ട്. മരണമെന്നത് ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയായി മാത്രമേ വിശ്വാസികൾ കാണുന്നുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ല മാസങ്ങളായി നമ്മൾ വലിയ ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു വൈറസ് ലോകം മുഴുവൻ നിശ്ചലമാക്കി കളഞ്ഞതിന് നമ്മൾ സാക്ഷിയാണ്. ഇതിനു മുമ്പ് കേൾവി പോലുമില്ല ഇത്തരമൊരനുഭവം. പക്ഷേ നമ്മൾ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ, നമ്മുടെ വീട്ടുകാരെ, നാട്ടുകാരെ ഈ ഒരു മഹാമാരിയിൽ നിന്ന് അകറ്റാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട്. ആരോഗ്യപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഭരണകർത്താക്കൾ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഉത്തരവാദിത്വത്തോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടവരാണ്. ഈ ഒരു മഹാമാരിയുടെ കെടുതിയിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു? കൊറോണ എന്തു തന്നെയാണെങ്കിൽ ഈ ലോകത്തുനിന്ന് പോവും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല, ഒരു യുദ്ധവും അവസാനിക്കാതിരുന്നിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ചരിത്രം പഠിച്ചവർക്ക്, മനസ്സിലാക്കിയവർക്ക് കാര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ഒരു മഹാമാരിയുടെ കെടുതിയിൽ നിന്നും നമുക്ക് എന്തൊക്കെ അനുഭവിക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്ത് എന്തൊക്കെ പഠിക്കാൻ സാധിച്ചു, എന്തൊക്കെ ഗുണപാഠങ്ങൾ നമുക്ക് കിട്ടി. പരിമിതികളെ കരുത്താക്കി മാറ്റി വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, ആദർശബോധമുള്ള വിശ്വാസികൾ. മാസ്ക് ഉപയോഗിക്കുന്നു നമ്മളിപ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. കാരണം മൂക്ക്, വാ രണ്ടും അടച്ചു വെക്കണം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത്. കൈകൾ നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് നമ്മളിപ്പോൾ പെരുമാറുന്നത്. ശാരീരിക അകലം അഥവാ സാമൂഹിക അകലം നമ്മൾ പാലിക്കുന്നു. ഇതൊക്കെ കൊറോണയിൽ നിന്ന്, കോവിഡ്-19 നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഒന്നോർത്തു നോക്കിയേ, വിശ്വാസികൾ വാ എപ്പോഴും മറക്കണം.
അടച്ചിടണം. അനാവശ്യമായ വർത്തമാനങ്ങൾ നമ്മളിൽ നിന്ന് വരുന്നതിന് നമ്മൾ അടച്ചിടാറുണ്ടോ? കോവിഡിന് മുമ്പാണെങ്കിലും കോവിഡ് സമയത്താണെങ്കിലും ഇനി കോവിഡിന് ശേഷമാണെങ്കിലും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം COVID-19 നിന്ന് രക്ഷ നേടാൻ കൈ കഴുകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പരലോകമോക്ഷം നേടാൻ മനസ്സ് കഴുകിക്കൊണ്ടേയിരിക്കണം. സാമൂഹ്യ അകലം പാലിക്കുന്നത് കോവിഡിൽ നിന്ന് മുക്തി നേടാനാണെങ്കിൽ കോവിഡിന് ശേഷവും ഈ ഒരു അകലം അത്യാവശ്യമാണ്. തിന്മയിൽ നിന്ന് സാമൂഹിക അകലം പാലിക്കാൻ നമുക്കാവണം. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന സർവേശ്വരൻ പരീക്ഷണമായി തന്ന ഈ COVID-19 ശേഷവും ആയുസ്സുള്ള, ആദർശബോധമുള്ള വിശ്വാസികളായ നമ്മൾ, പ്രബോധകരായ നമ്മൾ, മാതൃകയാവേണ്ടുന്ന നമ്മൾ ഈ കോവിഡിൽ നിന്ന് എന്തു പഠിച്ചു? നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. പരാതികൾ, പരിഭവങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ച തുടരാം. ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 2 വോയിസ് കൂടെ ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് ശ്രവിക്കാവുന്നതാണ്. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.